ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ആഷിഫ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇന്നൊരു ടാലി റിലേറ്റഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടാലിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചൊരു കംപ്ലീഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ആ ടാലിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോൾ ടാലി പ്രൈം 4.0 വേർഷനിൽ നമുക്ക് എക്സലിലുള്ള ഡാറ്റാസ് നമുക്ക് ഡയറക്റ്റ് ടാലിയിലേക്ക് വളരെ എളുപ്പത്തിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് ട്രാൻസാക്ഷൻ ആയാലും മാസ്റ്റർ ഐറ്റംസ് ആയാലും യൂണിറ്റ്സ് ആയാലും ഐറ്റം ഗ്രൂപ്പ് ആയാലും ഐറ്റം കാറ്റഗറി ആയാലും എന്ത് തന്നെ ആയാലും നമുക്ക് ടാലിയിലേക്ക് എക്സലിന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന്റെ വർക്ക് ഫയലും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ക്ലാസ്സസും കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവിധ അക്കൗണ്ടിങ് ടോപ്പിക്സും GST ടോപ്പിക്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അതിന്റെ വർക്ക് ഫയലും കാര്യങ്ങളെല്ലാം ആ ഒരു ഗ്രൂപ്പിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുന്നു. ടാലി അപ്ഡേറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പൊ ടാലി 6.0 ആണ് യൂസ് ചെയ്യുന്നത്. 4.0 നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുന്നു. ടാലി ഓപ്പൺ ചെയ്താൽ ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു വിൻഡോസ് ആണ് വരിക. അത് നിങ്ങൾ നോർമലി സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഗേറ്റ് വേയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ മോഡ് കൊടുക്കുന്നു. ഞാൻ ഈ ഒരു കമ്പനിയിലല്ല, ഞാൻ പുതിയൊരു കമ്പനിയിൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരാം. നമ്മൾ ടാലിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ബേസിക് ആയിട്ടുള്ള കമ്പനി ക്രിയേഷൻ എന്താണ്, GST രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ സെയില് പർച്ചേസ്, അതുപോലെ എന്തൊക്കെ കൗണ്ടർ എൻട്രി പേയ്മെന്റ് എൻട്രി ഇതെല്ലാം ഇടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും എല്ലാ വൗച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ റെഫർ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിനെ ജസ്റ്റ് കമ്പനി ഒന്ന് ജസ്റ്റ് പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നു. സാമ്പിൾ ആയിട്ട് കാണിക്കാനാണ്, ഐറ്റം ഇമ്പോർട്ട് ചെയ്യുന്ന സാമ്പിൾ കാണിക്കാനാണ്. കമ്പനിക്ക് എന്ത് കൊടുക്കാം, നമുക്ക് എക്സൽ വിത്ത് ആഷിഫ് എന്നൊരു പേര് കൊടുക്കാം. മെയിലിംഗ് ഇത് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. മെയിലിംഗ് നെയിം എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ രജിസ്റ്റേർഡ് നെയിം എക്സൽ വിത്ത് ആഷിഫ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ട്രേഡിംഗ് നെയിം ചിലപ്പോൾ മാറ്റം ഉണ്ടെങ്കിൽ, അതായത് ABC ലിമിറ്റഡ് ആണ് ട്രേഡിംഗ് നെയിം, അതല്ല ബില്ലിലെല്ലാം നമുക്ക് ABC ലിമിറ്റഡ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിലിംഗ് നെയിം എല്ലാം ആ ഒരു പേര് കൊടുക്കാം. ഓക്കെ, നമുക്ക് കാണാൻ കമ്പനിയിൽ നിന്ന് നമുക്ക് കാണുന്നതൊന്നും അതുപോലെ കസ്റ്റമേഴ്സിന് കാണുന്നത് മറ്റൊന്നാണ് മെയിലിംഗ് നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്രസ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാം. ഇപ്പൊ ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്, ജസ്റ്റ് കാസർഗോഡ് എന്ന് മാത്രം കൊടുക്കുന്നു. സ്റ്റേറ്റും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. കാരണം സ്റ്റേറ്റും അതുപോലെ തന്നെ കൺട്രിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വാറ്റും അതുപോലെ തന്നെ GST ചെയ്യുമ്പോൾ അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ഒരു കാരണവശാലും വെറുതെ അടിച്ചു കൊടുക്കാൻ പാടില്ല. മൊബൈൽ നമ്പർ കൊടുക്കുന്നു, ഞാൻ ജസ്റ്റ് ഫോൺ നമ്പർ കൊടുക്കുന്നു. ഇമെയിൽ IDs കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഓൾറെഡി നിങ്ങൾ കമ്പനീസിൽ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ ബുക്ക് ബിഗിനിങ്സും കൊടുക്കുന്നു. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാ കമ്പനീസും ഫോളോ ചെയ്യുന്നത് April to March ആണ്. അതായത് 1 April 2025 ടു March 31 March 2026 നമ്മൾ നോർമലി ഫിനാൻഷ്യൽ ഇയർ. ചില കമ്പനീസ് ഇയറും January to December ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ June to May ഫോളോ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ഓക്കെ, അതാണ് ഫിനാൻഷ്യൽ ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുക്ക് ബിഗിനിങ്സ് പറഞ്ഞാൽ ഇപ്പം നമ്മളെ സ്ഥാപനം ജൂൺ മാസമാണ് ഓപ്പൺ ആകുന്നത്, ഇല്ലെങ്കിൽ ഒരു മെയ് മാസമാണ് ഓപ്പൺ ആകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഇപ്പം 1/4/2025 തന്നെയാണ്. ഫിനാൻഷ്യൽ ഇയർ 1/4/2025. അത് വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റും MIS റിപ്പോർട്ട് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത്. ബുക്ക് ബിഗിനിങ്സ് പറഞ്ഞാൽ നമ്മൾ സ്ഥാപനം ഓപ്പൺ ചെയ്യുന്നത് മെയ് മാസമാണ്. അപ്പം മെയ് മാസം മുതലുള്ള ബില്ല് മാത്രമേ നമുക്ക് ഉണ്ടാവൂ. അപ്പോൾ 1 May 2025 കൊടുത്താൽ മതി. ഓക്കെ, അതാണ് ബുക്ക് ബിഗിനിങ്സിന്റെ പ്രത്യേകത. അപ്പോൾ 1 May 2025 കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മെയ് മാസം ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മുമ്പത്തെ മാസം, അതായത് ഏപ്രിൽ മാസം നിങ്ങൾക്ക് ഒരു ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ അത് അടിക്കുമ്പോൾ ഇതിലെടുക്കില്ല. നമ്മൾ ഏത് ഡേറ്റ് ആണോ ബുക്ക് ബിഗിനിങ്സ് കൊടുത്തത് അതിനുശേഷമുള്ള ഡേറ്റ് മാത്രമേ സോഫ്റ്റ്വെയർ എടുക്കുള്ളൂ കേട്ടോ. Control A പ്രസ് ചെയ്യുന്നു.
അപ്പോൾ കമ്പനി ക്രിയേഷനിലെ വിൻഡോയിലേക്ക് വന്നു. കമ്പനി ക്രിയേഷനിലെ വിൻഡോയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾക്കിപ്പോൾ ഇൻവെന്ററി കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. ഈ ഒരു വിൻഡോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് എസ് അടിച്ച് വിടുന്നു, മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഇനേബിൾ ചെയ്യുന്നു, ബിൽ വൈസ് എൻട്രി ഇനേബിൾ ചെയ്യുന്നു, കോസ്റ്റ് എൻട്രി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യുക. മെയിൻറ്റെയിൻ ഇൻവെന്ററി എസ് കൊടുത്തു. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ അക്കൗണ്ട് വിത്ത് ഇൻവെന്ററി കൊടുക്കുന്നു എസ്. മൾട്ടിപ്പിൾ പ്രൈസ് അതൊന്നും നമ്മൾ ഡീറ്റെയിലേക്ക് അടക്കുന്നില്ല. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സൽ ഫയലിന് മാസ്റ്റർ ഐറ്റം മാസ്റ്റർ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. നമ്മൾ ജസ്റ്റ് കൺട്രോൾ എ അടിച്ച് കമ്പനി ക്രിയേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ക്രിയേഷൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നില്ലാണ് കേട്ടോ. ഡേ ബുക്ക് എടുത്ത് നോക്കിയാൽ ഒരു ട്രാൻസാക്ഷനും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇപ്പം പുതിയതായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഒരു കമ്പനീസിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടാലിയിൽ വന്ന് ഓരോരോ ഐറ്റം ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓരോരോ ഐറ്റം ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എക്സൽ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒറ്റയടിക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ ടാലിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ അധികം വന്നിട്ടുണ്ട്. നിങ്ങൾ ടാലിയുടെ കോഴ്സും കാര്യങ്ങളെല്ലാം എടുത്തു വരാന്നുണ്ടെങ്കിൽ ഒന്നത് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ടാലി 4ഉം അതുപോലെ ടാലി പ്രൈം 4ഉം 6ലും ഒരുപാട് ഇന്റഗ്രേഷൻ, അതായത് ബാങ്കിങ് ഇന്റഗ്രേഷനിലും അതുപോലെ ബാങ്കിങ്ങിൽ തന്നെ ഒരുപാട് ഫങ്ഷൻസ് വന്നിട്ടുണ്ട്, അത് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം നിങ്ങൾ കോഴ്സും കാര്യങ്ങളും എടുത്തവരാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഐറ്റം മാസ്റ്ററാണ് നമ്മൾ ട്രാൻസാക്ഷൻ ഇമ്പോർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ഐറ്റത്തിന്റെ എക്സൽ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഐറ്റംസ് ഇവിടെ നോക്കി ചെയ്താൽ ഒരുപാട് ഐറ്റംസ് ആണ് കേട്ടോ. ഏകദേശം 2000 ഐറ്റംസ് ഉണ്ട് നമ്മുടെ എക്സൽ ഷീറ്റിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐറ്റം നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഐറ്റം യുണീക്ക്, അതായത് ഒരു ഐറ്റത്തിന് നമ്മൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാകും. നമുക്ക് പെട്ടെന്ന് പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതെല്ലാം പ്രൊഡക്റ്റിന്റെ മുകളിൽ അതിനൊരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാർട്ട് നമ്പർ. ഓക്കെ, അതേപോലെ തന്നെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ് ആണോ, സെറ്റ്സ് ആണോ, പെയർ ആണോ, അതെല്ലാം ബോക്സസ് ആണോ, മീറ്റേഴ്സ് ആണോ, ലെങ്ത് ആണോ, ഏതാണോ യൂണിറ്റ് ഉള്ളത് അത് കൊടുക്കാം. മൾട്ടിപ്പിൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം കൊടുക്കുക, അത് മെൻഷൻ ചെയ്യുക. നമ്മുടെ പ്രൈമറി യൂണിറ്റ് മാത്രം ഇതിൽ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഞാൻ നിലവിൽ നമുക്ക് ഡാറ്റാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എപ്പോഴാണ് വരികയെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ ഈ വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ വർഷത്തിലെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഈ വർഷം ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് എടുത്ത്. ഇപ്പൊ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് വാല്യൂയും കാര്യങ്ങളൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്, അതിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐറ്റം ഗ്രൂപ്പ്, ഏതൊക്കെ ഐറ്റം ഗ്രൂപ്പ് നിങ്ങളുടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറി, ഐറ്റം കാറ്റഗറി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എക്സലിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത്രയും ഡാറ്റാസ് ആണ് എക്സലിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ടാലി പ്രൈമിലേക്ക് വരുന്നു. നമുക്ക് ആദ്യം മാപ്പിംഗ് ചെയ്യണം. നമ്മുടെ എക്സൽ ഇതുമായിട്ട് മാപ്പിംഗ് ചെയ്യണം. എക്സലിൽ ഒരു ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടാവുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോർമാറ്റ് ആയിരിക്കണം എന്നില്ല എക്സലിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇമ്പോർട്ട്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഐറ്റം കാറ്റഗറി, നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐറ്റം കാറ്റഗറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐറ്റം കാറ്റഗറി ഡീഫോൾട്ട് ആയിട്ട് ഡിസേബിൾ ആയിരിക്കും ഉണ്ടാവുക. നമ്മളത് ജസ്റ്റ് ഇനേബിൾ ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിയേഷനിൽ പോയിട്ട് ഐറ്റം ക്രിയേഷനിലോ ജസ്റ്റ് പോയിട്ട് ഇവിടെ കോൺഫിഗറേഷൻ കൊടുത്താൽ മതി. F12 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാം കാറ്റഗറി. ഇവിടെ ഞാൻ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഡീഫോൾട്ട് ആയിട്ട് ഡിസേബിൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ എസ് കൊടുത്ത് ഇനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് കാറ്റഗറി വിസേബിൾ ആവട്ടോ. ഇനി നമുക്ക് ഇമ്പോർട്ടിങ് എങ്ങനെ ചെയ്യലെന്ന് നോക്കാം. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ടാലിയുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ട് എന്ന് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ആൾട്ട് ഓ പ്രസ് ചെയ്യുക. ആൾട്ട് ഓ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും ഓപ്പൺ ആവുക. അതിൽ നമ്മൾ മാനേജിൽ പോവുക. മാനേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മാപ്പിംഗ് ടെംപ്ലേറ്റ്സ് എന്ന് കാണുന്നുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി എന്താണ്, നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ആൾട്ടർ ചെയ്യണമെങ്കിൽ ആൾട്ടർ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്രിയേഷൻ അടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഫയൽ എവിടെയാണ് ഉള്ളത്, ആ ഒരു ഫയൽ പാത്ത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫയല് ഡൗൺലോഡ്സിൽ ടാലി ഐറ്റം ഇമ്പോർട്ട് എന്ന് പറഞ്ഞാണ് ഉള്ളത്. അപ്പോൾ ഞാനത്
ഡൗൺലോഡ്സ് എന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ആ ഒരു ഫോൾഡർ ടാലി നമ്മൾ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ടാലി ഐറ്റം ഇമ്പോർട്ട് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ എക്സൽ ഫയല് .xlsx എന്ന് പറയുന്ന ഫയല് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിൽ മൾട്ടിപ്പിൾ ഷീറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഷീറ്റ് ഇതേപോലെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമ്മൾ ഒറ്റ ഷീറ്റ് ആയതുകൊണ്ട് ആ ഒരു ഷീറ്റ് 1 സെലക്ട് ചെയ്യുന്നു. പിന്നെ നമുക്കിവിടെ സേവ് മാപ്പിംഗ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഡിഫോൾട്ട് ആയിട്ട് ഓൾ കമ്പനീസ് നല്ലത്. അതായത് ഞാൻ ഒരുപാട് മൾട്ടിപ്പിൾ കമ്പനീസ് ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കമ്പനീസിലും ഇതേ ടെംപ്ലേറ്റ്സ് മാപ്പ് ചെയ്താൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കത് ഓക്കെ ആണ്. ഇനി നമ്മൾ ഇതിനൊരു ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ്സ് നെയിം കൊടുക്കുന്നുണ്ട്. ഐറ്റം ടെംപ്ലേറ്റ് എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് മാസ്റ്റർ ടൈപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റോക്ക് ഐറ്റാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റോക്ക് ഐറ്റം കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാപ്പിങ്ങിലേക്ക് കടക്കാം. നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ നെയിം മാൻഡേറ്ററി ആണ്. ഐറ്റത്തിന് നെയിം നിർബന്ധമാണ്. നെയിം കൊടുക്കുന്നു. അതിൽ നമ്മുടെ എക്സലിൽ എന്താണ് ഉള്ളത്? ആ ഒരു കോളം നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുക. ഐറ്റം നെയിം ഉള്ളത് ഐറ്റം നെയിം എന്ന് പറയുന്ന ഹെഡിങ്സിലാണ് ഐറ്റം നെയിം ഉള്ളത്. അപ്പൊ നമ്മൾ ഐറ്റം നെയിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് എന്താ ഇമ്പോർട്ട് ചെയ്യേണ്ടത്? പാർട്ട് നമ്പർ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പാർട്ട് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എക്സലിൽ പാർട്ട് നമ്പർ തന്നെ ഉണ്ട്. അപ്പോൾ എക്സലിലെ ഹെഡിങ്സ് ആണ് കേട്ടോ ഇവിടെ വിസിബിൾ ആയി കാണിക്കുന്നത്. നമ്മളെ എക്സലിലെ ഹെഡിങ് ആണ്. അപ്പോൾ പാർട്ട് നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് എന്താണ്? യൂണിറ്റ്. നമ്മൾ ഇവിടുന്ന് യൂണിറ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെയും യൂണിറ്റ് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കേണ്ടത് ക്വാണ്ടിറ്റി. നെക്സ്റ്റ് കൊടുക്കുന്നു നമ്മൾ ക്വാണ്ടിറ്റി. ഇവിടെ വിസിബിൾ ആയിട്ട് കാണുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഷോ മോർ കൊടുക്കാം. അപ്പൊ ഇവിടെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ക്വാണ്ടിറ്റി. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു. ഇവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഇതിലുള്ളത്? റേറ്റ്. ഓപ്പണിംഗ് ബാലൻസ് റേറ്റ് നമ്മൾ ഇവിടുന്ന് ടാലിയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതുപോലെ നമ്മൾ എക്സലിന് ഇവിടെ റേറ്റ് സെലക്ട് ചെയ്തു. ഇനി ഓപ്പണിംഗ് എന്താണ് ഉള്ളത്? നമുക്ക് വാല്യൂ, അതായത് ടോട്ടൽ വാല്യൂ ആണ് ഉള്ളത്. അപ്പോൾ വാല്യൂ ഓപ്പണിംഗ് ബാലൻസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ കൊടുക്കുന്നു വാല്യൂ. ഇനി നമ്മൾ എക്സലിൽ എന്താ ഉള്ളത്? ഐറ്റം ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ഐറ്റം ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ ഇവിടെ വന്നിട്ട് ഗ്രൂപ്പ് നെയിം സെലക്ട് ചെയ്യുന്നു. ടാലിയിൽ ഗ്രൂപ്പ് നെയിം എന്നാ പറയല്. അപ്പോൾ നമ്മുടെ എക്സലിൽ ഉള്ളത് ഐറ്റം ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇവിടെ ഐറ്റം ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. ഇനി എന്താണ്? കാറ്റഗറി ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടെയും അതേപോലെ തന്നെ ഐറ്റം കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ടെംപ്ലേറ്റ്സിൽ ഉള്ളത്, മാപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ നെയിം നമ്മൾ കൊടുത്തു. നെയിം നമ്മുടെ എക്സൽ ഐറ്റം നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ട് നമ്പർ നമ്മൾ കൊടുത്തു. യൂണിറ്റ് കൊടുത്തു. ക്വാണ്ടിറ്റി, റേറ്റ്, വാല്യൂ ഇത് മൂന്നും ഓപ്ഷനിലാണ്. ഇതെല്ലാം നെയിം മാത്രമേ മാൻഡേറ്ററി ഉള്ളൂ. ബാക്കിയെല്ലാം ഓപ്ഷനിലാണ്. അപ്പോൾ ക്വാണ്ടിറ്റി, റേറ്റ്, വാല്യൂ ഒന്നും നോർമലി ഇമ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. നമ്മൾ വേറൊരു ഡാറ്റ നമ്മൾ ഈ ഒരു ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് വേറൊരു സോഫ്റ്റ്വെയർത്തെ ഡാറ്റയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ പ്രീവിയസ് ഇയർത്തെ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഓപ്പണിംഗ് വാല്യൂം ബാലൻസിലും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാം കാണും. ഇവിടെ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ Ctrl A അടിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാപ്പിംഗ് കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ ഐറ്റം ഇമ്പോർട്ടിംഗ് അല്ല ചെയ്തത്, ഐറ്റം മാപ്പിംഗ് ആണ് നമ്മളിപ്പം ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഐറ്റം എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുന്നു. Alt O പ്രസ് ചെയ്യുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് കാണും. ജസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഫയൽ ഫോർമാറ്റ് ചോദിക്കുന്നുണ്ട്. നമ്മൾ എക്സൽ സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടിംഗ് ഫയൽ, ഏത് ഫയലാണോ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു ഫയൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഷീറ്റ് 1 സെലക്ട് ചെയ്തു. ഇവിടെ നമ്മളെ ടെംപ്ലേറ്റ്സ് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മാപ്പിംഗ് ചെയ്ത ടെംപ്ലേറ്റ്സ് ചോദിക്കുന്നുണ്ട്. ഐറ്റം ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെംപ്ലേറ്റ്സ്, അതായത് നമ്മൾ എന്താണ് കൊടുത്ത ടെംപ്ലേറ്റ്? ഐറ്റം ടെംപ്ലേറ്റ് എന്നാണ് പേര് കൊടുത്തത്. ഐറ്റം ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് കമ്പൈൻ ഓപ്പണിംഗ് ബാലൻസ്, ഇഗ്നോർ ഡ്യൂപ്ലിക്കേറ്റ്സ്, അതുപോലെ തന്നെ മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ. അതായത് കമ്പൈൻ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിൽ ഈ ഒരു സ്റ്റോക്കിന് നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പണിംഗ് ബാലൻസിൽ ഉണ്ടെങ്കിൽ അത് കമ്പൈൻ ചെയ്തിട്ട്
വരാൻ വേണ്ടിയിട്ടാണ് കമ്പൈൻ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നത്. ഇഗ്നോർ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് സെയിം ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇഗ്നോർ ഡ്യൂപ്ലിക്കേറ്റ്സ് കൊടുക്കുന്നത്. മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിലുള്ള ഡാറ്റ നമുക്ക് മോഡിഫൈ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാനും വേണ്ടി മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ കൊടുക്കുന്നു. ഇനി നമ്മൾ പ്രിവ്യൂ ഇമ്പോർട്ട് സമ്മറി ചോദിക്കുന്നുണ്ട്. അതായത് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പ്രിവ്യൂ, നമ്മൾ ഇത്രയും ഗ്രൂപ്പിൽ ഇത്രയും ഡാറ്റയാണ് ഐറ്റംസ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, പ്രിവ്യൂ വേണോ എന്ന് നമ്മൾ നോക്കുന്നത്. ക്ലാസ് കുറച്ച് സ്പീഡാണെങ്കിൽ ക്ഷമിക്കണം, നമ്മൾ വളരെ ടൈം ഡിലെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഒരുപാട് ആൾക്ക് ഇപ്പം ടാലി ഇത് കാണുന്ന ഭൂരിഭാഗം ആളും ടാലിയിൽ ഓൾറെഡി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഐറ്റം ഇമ്പോർട്ട് ചെയ്യൽ എങ്ങനെയെന്ന് നോക്കുന്നത്. ഓക്കെ, ഇത് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളായതുകൊണ്ട് ഇത് ഒരുപാട് ആൾക്കാർ പഠിച്ചു വരുന്നതേ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ പ്രിവ്യൂ നമ്മൾ കൊടുക്കുന്നു, എസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ബാക്കപ്പ് കമ്പനി ഡാറ്റ ബിഫോർ ഇമ്പോർട്ട് ചോദിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. നിങ്ങൾ എന്തായാലും എസ് തന്നെ കൊടുക്കണം. കാരണം നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ ടാലിയുടെ ഡാറ്റ, നമ്മുടെ കമ്പനി ഡാറ്റക്ക് പ്രശ്നങ്ങളൊന്നും പറ്റാതിരിക്കാൻ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ നിലവിലെ ഡാറ്റ ബാക്കപ്പ് എടുത്ത് വെക്കണമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നിർബന്ധമായിട്ടും ബാക്കപ്പ് എടുത്ത് വെക്കണം. എവിടത്തേക്കാണ് ബാക്കപ്പ് എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. നമുക്കിവിടെ നിങ്ങളൊരു ഫയൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് കാണാം ഇപ്പം ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ വെച്ച ഡാറ്റൻ്റെ ഒരു ഡീറ്റെയിൽഡ് വന്നിട്ടുണ്ട്. ഓക്കെ, എത്ര ഡാറ്റയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കിയത്? 2000 ഐറ്റംസ് ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 2 എന്ന് പറയുന്ന റോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര ഡാറ്റ ഉണ്ട്? 2001 നിൽക്കുന്നത്. അപ്പോൾ 2000 ഡാറ്റാസും അവിടെ റിഫ്ലക്റ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് ചോദിക്കുന്നത്? നമ്മുടെ റോ നമ്പർ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡാറ്റ എത്ര മുതൽ, ഒന്നാമത്തെ റോയില് ഹെഡേഴ്സ് ഉണ്ട്, രണ്ടാമത്തെ റോ മുതൽ ഡാറ്റ 2001 റോ വരെയാണ് നമ്മൾ ഡാറ്റ ഉള്ളത്. ഇമ്പോർട്ടിംഗ് ഡാറ്റ ഫ്രം കോളം എ ടു എച്ച്, എ മുതൽ എച്ച് വരെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, എ മുതൽ എച്ച് വരെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതും കറക്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ, നമുക്ക് കൺഫേം ആണെങ്കിൽ ഇമ്പോർട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് കൊടുക്കുന്നു. നമുക്കിവിടെ ഒരു വാണിംഗ് വന്നിട്ടുണ്ട്. എന്താണ് വാണിംഗ്? ബാക്കപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് ആണ്. അപ്പോൾ ഓൾറെഡി അവിടെ ബാക്കപ്പ് ഉണ്ടായതുകൊണ്ട് അത് മോഡിഫൈ ചെയ്യട്ടോ എന്ന് ചോദിക്കുന്നു. യെസ് കൊടുക്കുന്നു. ഓവർ റൈറ്റ് ചെയ്തിട്ട് പുതിയ ബാക്കപ്പ് ഫയൽ അവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു എറർ വന്നിട്ടുണ്ട്. എന്താണ് എറർ? കാരണം നമ്മൾ ഇതിൽ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, കാറ്റഗറി കൊടുത്തിട്ടുണ്ട്, യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഐറ്റം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഐറ്റം കാറ്റഗറി നെയിമും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ടാലി അത് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നില്ല. ടാലിക്ക് എന്ത് പറഞ്ഞാൽ മതി, നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമ്മൾ എക്സംഷൻസ് ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെ റെഫറൻസ്ഡ് മാസ്റ്റേഴ്സ് ഈസ് മിസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ റെഫറൻസ് കൊടുത്ത ഐറ്റം ഗ്രൂപ്പും ഐറ്റം കാറ്റഗറിയും അതുപോലെ തന്നെ യൂണിറ്റും മിസ്സാണെന്ന് അതിൽ കാണിക്കുന്നത്. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പ് 7 എണ്ണം മിസ്സിംഗ് ആണ്. നമ്മൾ ഒരു സ്റ്റോക്ക് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ക്രോക്കറി, ഇലക്ട്രിക്കൽസ്, ഇലക്ട്രോണിക്സ്, ലൈറ്റ്സ്, പെയിന്റ്സ്, പ്ലംബിങ്, സാനിറ്ററി, ഇത്രയും ഗ്രൂപ്പാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ടാലിയിൽ ഇല്ല, ഈ ഒരു കമ്പനിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്താൽ പോരെ. ഞാൻ ക്രോക്കറി കൊടുക്കുന്നു, ആ കൺട്രോൾ എ പ്രസ് ചെയ്യുന്നു, ഒറ്റയടിക്ക് അത് സേവ് ആയി. ഓക്കെ, അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ ഗ്രൂപ്പായിട്ട് ഇമ്പോർട്ട് ചെയ്യാം, കാറ്റഗറി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം, യൂണിറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്താൽ മതി. അതിനുശേഷം ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ എ കൊടുക്കുന്നു. അങ്ങനെ ഓരോന്നും പെട്ടെന്ന് ക്രിയേറ്റ്. ഇത് 2000 ഡാറ്റാസ് ആയതുകൊണ്ടാണ് ഈ ലോഡ് വരുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു ലോഡിംഗ് ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് സ്പീഡിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റോക്ക് കാറ്റഗറിയും അതുപോലെ മിസ്സിംഗ് ആണ്. നമ്മൾ കാറ്റഗറിയും ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കാറ്റഗറിയും ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം ചെയ്ത കണക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ കാറ്റഗറി നമ്മൾ സിസ്റ്റത്തിൽ ഇല്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ എ അടിക്കുന്നു.
അപ്പോൾ കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. യൂണിറ്റ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ വൺ ടൈം പ്രോസസ്സാണ് കേട്ടോ. ഇതെല്ലാം ഒറ്റ പ്രാവശ്യം ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഓൾറെഡി യൂണിറ്റ്സും കാര്യങ്ങളും കാറ്റഗറിയും ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പുതിയൊരു കമ്പനി ആയതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഐറ്റംസ് നമുക്ക് ഓൾറെഡി ഇമ്പോർട്ടായി, നമ്മൾ മിസ്സിംഗിലെ മാസ്റ്റേഴ്സ് ജസ്റ്റ് എന്താ പറയുക ഓപ്പൺ ചെയ്തു. ഇനി അഥവാ നിങ്ങൾക്ക് ആ ഒരു എക്സംഷൻ എന്ന് പറയുന്ന വിൻഡോ വന്നിട്ടില്ലെങ്കിൽ ഇമ്പോർട്ടിൽ തന്നെ പോയാൽ ഇവിടെ എക്സംഷൻസ് പറഞ്ഞിട്ട് ഒരു ഐക്കൺ കാണും. നമ്മളിപ്പോൾ നിലവിൽ പ്രോബ്ലംസ് എല്ലാം സോർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണും, ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഡാറ്റാസ് ഇമ്പോർട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞു. നമുക്കപ്പോൾ ഐറ്റം ഇമ്പോർട്ട് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ എന്ത് ചെയ്യുക, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് സമ്മറിയിലേക്ക് നമുക്ക് പോകാം. സ്റ്റോക്ക് സമ്മറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോരോ ഗ്രൂപ്പ് വൈസ് ആയിട്ട് നമ്മളെ ഡാറ്റ ഇവിടെ കാണാം. എന്തൊക്കെയുണ്ട്, നമ്മുടെ ക്രോക്കറി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ലൈറ്റ്സ്, അതുപോലെ തന്നെ പെയിൻസ്, പ്ലംബിങ് എല്ലാ ഐറ്റും ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്കൊരു കാറ്റഗറി എടുത്ത് നോക്കാം. ഇലക്ട്രോണിക്സ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മളെ ഇലക്ട്രോണിക്സ് സാമ്പിൾ ഐറ്റം ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം കാണാം. ക്വാണ്ടിറ്റി കാണാം, റേറ്റ് കാണാം, ടോട്ടൽ വാല്യൂ ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ വിസിബിലിറ്റിയിൽ പാർട്ട് നമ്പറും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് F12 അടിച്ചിട്ട് ഇവിടെ കാണാം ഡിസ്പ്ലേ നെയിം ഫോർ സ്റ്റോക്ക് ഐറ്റം. നമുക്ക് ഇവിടെ പാർട്ട് നമ്പറും കൂടെ കാണുന്നു. നെയിം ബ്രാക്കറ്റിൽ പാർട്ട് നമ്പർ കൊടുക്കുന്നു. ജസ്റ്റ് ഇത് കൊടുത്തിട്ട് Ctrl+A പ്രസ് ചെയ്താൽ നമ്മുടെ പാർട്ട് നമ്പറും കൂടെ ഇവിടെ ബ്രാക്കറ്റിൽ വന്നിട്ട് കാണാം. ഓരോ ഐറ്റത്തിന്റെ കോഡും കൂടെ ഇതിൽ വന്നിട്ട് കാണാം. നമ്മൾ എല്ലാ ഐറ്റംസും ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഒരൊറ്റ ക്ലിക്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് 2000-ഓളം പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ Alt F1 അടിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരോ ഐറ്റം ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ടാലിയിൽ ഐറ്റംസ്, അതായത് മാസ്റ്റേഴ്സ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഐറ്റം യൂണിറ്റ്സ് ഇമ്പോർട്ട് ചെയ്യാം, കാറ്റഗറി ഗ്രൂപ്പ് ഇമ്പോർട്ട് ചെയ്യാം, അതേപോലെ തന്നെ കാറ്റഗറീസ് ഇമ്പോർട്ട് ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്താണ്. ഇപ്പം മാസ്റ്റേഴ്സിൽ ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി ലെഡ്ജർ ക്രിയേഷൻ എങ്ങനെ എക്സൽ ഉപയോഗിച്ച് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ടാലിയിലെല്ലാം ലേറ്റസ്റ്റ് അപ്ഡേഷനും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മൾ ഈ ഒരു എക്സൽ വിത്ത് ആഷിഫ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.